ബീച്ചിക്ക് ഒരുപാട് നാളുകളുടെ ശേഷം പോവാണ്. സോ വി ആർ സോ എക്സൈറ്റഡ്. ഇവിടെ നല്ല ക്രൗഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് ചായ കുടിക്കാനിരുന്നു. വീട്ടിൽ നിന്ന് ചായയും അണ്ടിപ്പുട്ടും കൊണ്ടുവന്നിരുന്നു. ഞങ്ങളുടെ നാട്ടിന് ഇതിന് അണ്ടിപ്പുട്ട് എന്നാ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? അങ്ങനെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ബീച്ചിന്റെ അങ്ങോട്ട് പോയപ്പോ ഞാൻ ആദ്യം തന്നെ മണലിൽ കണ്ടത് ഒരു ചത്ത മീനിനെയാണ്. ഇതാണ് ഞാൻ പിടിച്ച മീന്. എല്ലാവരും കടലിൽ ഇറങ്ങി കുളിക്കണം കണ്ടപ്പോൾ ഞങ്ങൾക്കും കടലിൽ ഇറങ്ങാൻ കൊതിയായി. അങ്ങനെ ഉപ്പാൻ്റെയോട് സമ്മതം ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു ഇങ്ങനത്തെ ഡ്രസ്സിലോന്ന്. ഇപ്പം ശരിയാക്കി തരാം. ഹണ്ടിങ്ങിന് ഇറങ്ങിക്ക ട്രഷർ ഹണ്ട് ഒക്കെ ഇവിടെ ഇട്ട് പോണ്ടി വരും. അങ്ങോട്ട് വെച്ചോളാം. ഞാൻ ആദ്യം തന്നെ കരുതി കൂട്ടി ടൗസർ അടിയിലിട്ട് വന്നിക്കണം. റിസ പാവം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ ഷർട്ട് ഇട്ട് ഇറങ്ങേണ്ടി വന്നു. ഉമ്മച്ചും ഉപ്പച്ചും റിസിലും അവിടെ സീറ്റിലിരുന്ന് കടല് കണ്ടിട്ടുള്ളൂ. ഇന്ന് രാവിലെ മഴ പെയ്തുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നല്ല നോർമൽ വെള്ളവും. മഴ പെയ്തുകൊണ്ട് കടലിക്ക് വെള്ളം കയറി തോന്നണേ. അതുകൊണ്ടാണ് മണ്ണിങ്ങനെ കെടുക്കണേ. അല്ലെങ്കിൽ സാധാരണ ഇത്ര തോനൊന്നും മണ്ണുണ്ടാവലില്ല. മിച്ചക്ക് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു സൈഡില് റിസ ഒരു സൈഡില്. ഓൾ അവിടെ തന്നെ നിന്നിട്ട് എന്തോ കാലഴിക്കാണ് തോന്നണം. അപ്പോഴതാ അവിടെ കൂടെ രണ്ട് ബോട്ട് വരണം. സാധാരണ ഞങ്ങൾ കടലിക്കൊന്നും ഇറങ്ങാറില്ല. ഇപ്പൊ ആദ്യമായിട്ടാ കടലിലേക്ക് ഇറങ്ങണേ. ഗായ്സ് നിങ്ങൾ റിസനെ കണ്ടോ? കടലിൽ വീഴ്ത്തി. റിസനെ കടലിൽ വീഴ്ത്തി. ഞാൻ കണ്ടു ഒരു വീണത്. വെള്ളമുണ്ടല്ലോ ബാഗിലുണ്ട്. അടുത്ത് തരാം. അങ്ങനെ റിസപ്പോൾ കണ്ടൊക്കെ കഴുകിട്ട് പിറ്റി വന്നിക്കണ്. ഓള് പറഞ്ഞ കടലിൽ പോയിട്ട് കൊണ്ടായിരുന്നു എന്നാണ്. എനിക്കത് എഡിറ്റ് ചെയ്യുമ്പോ ചിരി അടക്കാൻ പറ്റണില്ല.
മനസ്സിലായി. ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ് റിസക്ക് വട്ടായി, ഗൈസ് റിസക്ക് വട്ടായി. ഇതല്ല ഗൈസ്, റിസന്റെ പോലത്തെ വേറെ കണ്ടിട്ടുണ്ട്. പോവാനുള്ള ടൈമായി ഇത് പറഞ്ഞിട്ടാണ് മരിച്ചത്. ഗൈസ് ഇന്ന് ഞങ്ങൾ കുളിക്കാനും തെയ്യം തോർത്തെടുത്തിട്ടില്ല. ഇട്ട ഡ്രസ് തന്നെ ഞാൻ തോർത്താക്കി യൂസ് ചെയ്തു. ഐ ആം ദ ജീനിയസ്. സൺസെറ്റ് കാണാന്നൊക്കെ വിചാരിച്ചിരുന്നു, അതൊന്നും എന്തായാലും നടന്നില്ല. സൂര്യമാമൻ ഞങ്ങളെ ചതിച്ചു. അപ്പൊ ഗൈസ് ഞങ്ങളെ ഇപ്പാനെ കണ്ടുപിടിച്ചിട്ട് പോകുകയാണ്. അപ്പൊ എല്ലാരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ. പൊട്ടത്തി ഇപ്പോൾ ചെരുപ്പിടാൻ പഠിച്ചിട്ടില്ല. എന്നാ പഠിക്കാന്ന് എനിക്കറിയില്ല. എന്നാ ചെരുപ്പിടാൻ പഠിക്കുക? ചെരുപ്പിടാൻ പഠിച്ചിട്ട് എനിക്ക് റൂമിലില്ല. അവിടെ മാത്രമേ ശരിയാവുള്ളൂ അല്ലേ? പുതിയത് അറിവാണൊക്കെ. ഓരോരുത്തൊന്നും മാത്രം ചെരുപ്പിട്ടാ ശരിയാവുള്ളൂ. ബാക്കി അപ്പൊ ചെരുപ്പിടണ്ട.